അങ്ങനെ ഉണ്ടല്ലേ. ആദിവാസികൾ വിറകിന് നിൽക്കുകയാണ്. ഒരു കാട്ടി കയറി വിറകെടുത്ത് പ്രശ്നമില്ല, വേറെ ആരും കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവർക്ക് അതിനുള്ള അധികാരം ഉണ്ടല്ലേ, അനുമതി കൊടുത്തിട്ടുണ്ട്. വനവിഭവങ്ങളൊക്കെ ശേഖരിക്കാൻ അവർക്കുണ്ട്. കാട്ടിൽ ഉണങ്ങിയ മരങ്ങൾ വെട്ടിയിട്ടാലേ അവർക്ക് ഈ ഫെൻസിങ്ങിനുള്ള ഓൾമോസ്റ്റ് പൈസ കിട്ടും. ലോകരാജ്യങ്ങളിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന കാടാതെന്ന് പറയുന്നത് പശ്ചിമഘട്ട വെസ്റ്റേൺ ഘട്ട്. അത് ശരി. അതാണിത് രാത്രി നിരോധിച്ചതും സമ്പദ് വ്യവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് രാത്രി യാത്ര നിരോധിച്ചൊക്കെ അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അത് ശരി. ആമസോൺ കാടുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലാവസ്ഥ ഉള്ളത് ഈ കാടുകളൊക്കെ പറയുന്നു. നമുക്ക് ഈ അടുത്തെടുക്കുന്ന സ്ഥലമാണ് നമുക്കിൽ ബീച്ചല്ല. ഇതൊക്കെ കാണാൻ വേണ്ടി ആളുകൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു. അത് ശരി. ഇതാണ് സീതാദേവി ക്ഷേത്രം അല്ലേ? സീതാദേവി ക്ഷേത്രം. ചിതാഭസ്മവുമായി ഇതുവഴി പ്രവേശിക്കുക. പൊൻകുടി ശ്രീരാമക്ഷേത്രം. ശ്രീരാമക്ഷേത്രം ഫോട്ടോ. കുരങ്ങന്മാർക്കൊന്നും ഒരു പേടിയില്ല. എടുത്ത മെമ്മറി ഫുള്ളായി പോയി. കളയില്ല, ഇത് കുറെ കഴിയുമ്പോൾ കളയും. ഇതൊക്കെ മറ്റേ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഫോട്ടോ കൂടുതൽ കൂട്ടിയിട്ടൊക്കെ അങ്ങനെ എടുത്തിരിക്കണേ. മുത്തങ്ങ ചെക്ക് പോസ്റ്റ്. എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ വണ്ടിയും ചെക്ക് ചെയ്യാനുള്ളതാണ്. ചെക്കിംഗ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. എന്തായാലും ഇൻഫർമേഷൻ കിട്ടിയാലൊക്കെ നോക്കണ്ടാവും. അല്ലാണ്ട് എന്തായാലും സാധനം പോകുന്നുണ്ടാവില്ലേ? ഇൻഫർമേഷൻ കിട്ടിയാലും അങ്ങനെ ഒരുപാട് ചെക്ക് ചെയ്യുള്ളൂ അല്ലേ?
മുത്തങ്ങ ടൗൺ അല്ലേ? മുത്തങ്ങ ടൗണ് ചെക്ക് പോസ്റ്റ് പോയതോടുകൂടി ശോഷിച്ചു പോയി. പോസ്റ്റുകൾ വെച്ചോളം മാത്രമേ ഉള്ളൂ. മറ്റേ ഫുൾ ടൈം ഇവിടെ ആളായിരുന്നു. ലോറികളൊക്കെ അങ്ങ് നമ്മളെ അപ്പുറം വരെ ആ എൻട്രി വരെയൊക്കെ ലോറികൾ ഇങ്ങനെ ഇറക്കും. ഇതിപ്പോ ഈ ഇതാക്കിയ കാരണല്ലേ, GST വന്നതോട് കൂടിയാണ് ചെക്ക് പോസ്റ്റിന്റെ ആവശ്യമില്ലാതെ